തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. പ്രകാശത്തിന്റെ ദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റവനായി കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് അവിശ്വാസത്തിൽ നിന്ന് അടിയുറച്ച വിശ്വാസത്തിലേക്ക് നയിക്കുന്നതായി വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നു. എഫേസ്യ ലേഖനം 4:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മോട് പറയുന്നത്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. നമ്മെ നവീകരിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കഷ്ടതയും പീഡാമരണവും സഹിച്ചത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16:16 യേശു തന്റെ ശിഷ്യന്മാരോട് നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നുവെന്ന് ചോദിച്ചതിന് സിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഇന്ന് ഒരു സാധാരണ ക്രിസ്ത്യാനിയുടെ മനസ്സിൽ ക്രിസ്തു സൗഖ്യദായകനോ സമ്പൽ സമൃദ്ധിയും നല്ല ഉദ്യോഗവും നല്ല ഭൗതിക നേട്ടങ്ങളും നൽകുന്നവനുമാണോ എന്നുള്ളതാണ്. എന്നാൽ പത്രോസ് ഒരു പടി കൂടി ഉയർന്ന് യേശു രക്ഷകനാണെന്നുള്ള ബോധ്യത്തിൽ എത്തിച്ചേരുന്നു. നമ്മുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം യേശുവിനെ പിൻപറ്റുന്നവരാകാതെ നമുക്ക് ഇതൊക്കെയും ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരുമെന്ന് അടിയുറച്ച് വിശ്വസിച്ച് ദൈവത്തിന് മുഖ്യ സ്ഥാനം കൊടുത്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് വളരുവാൻ നമുക്കിടയാകണം. നമ്മുടെ ശാരീരിക ആവശ്യങ്ങളെക്കാൾ ഉപരി ആത്മാവിന് പ്രാധാന്യം കൊടുത്താണ് യേശുവിന്റെ പഠിപ്പിക്കലുകൾ എല്ലാം. 3 തരത്തിലുള്ള ബന്ധമാണ് താനും ജനങ്ങളുമായിട്ടുള്ളത്. 1, മക്കളുടെ അവകാശത്തിലേക്ക് വളരുന്ന ബന്ധം. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുമ്പോൾ പുതിയൊരു ബന്ധത്തിന് തുടക്കം കുറിക്കുന്നു. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്ക അധികാരം നമുക്ക് നൽകുന്നു. എന്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചത് കൊണ്ട് നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, സഹോദരന്മാർ എന്നത്ര വിളിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:15. ദാസത്വത്തിന്റെ അവസ്ഥയിൽ നിന്ന് പുത്രത്വ പദവിയിലേക്ക് വിശുദ്ധ മാമോദീസ വഴി നമ്മെ ഉയർത്തിയിരിക്കുകയാണ്. 2, ക്രിസ്തു ശരീരത്തിൽ ഒന്നായിത്തീരുന്ന ബന്ധം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17:21 പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ എന്ന് വായിക്കുന്നു. അടർത്തി മാറ്റുവാൻ പറ്റാത്തവണ്ണം ലയിച്ചു ചേരുന്ന അവസ്ഥ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കഴിപ്പാൻ കഴിയുകയില്ല. തിരുശരീര രക്തങ്ങളിലെ പങ്കാളിത്തത്തിലൂടെ ക്രിസ്തുവുമായി ഏക ശരീരമായി തീർന്ന് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നാം ആകണം. അവിടെ പിന്നെ അശുദ്ധിക്ക് സ്ഥാനമില്ല. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. 3, ക്രിസ്തുവിന് മണവാട്ടിയായി തീരുന്ന ബന്ധം. എഫേസ്യ ലേഖനം 5:26 അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ തന്നെ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വായിക്കുന്നു. ഭൗതിക ജീവിതത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കാൾ ഭാര്യ ഭർത്തൃ ബന്ധമാണ് ശ്രേഷ്ഠമായി കാണുന്നത്. മറയില്ലാത്തതും കലർപ്പില്ലാത്തതുമായിരിക്കണം ഈ ബന്ധമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. തന്റെ രക്തം സ്ത്രീധനമായി കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. തന്റെ തിരുശരീര രക്തങ്ങൾ മോതിരമായി നൽകി തന്റെ ശരീരം മുറിച്ച് ഭക്ഷണമായും തന്റെ രക്തം പാനീയവുമായും തന്ന് വലിയൊരു വിരുന്നൊരുക്കി മണവാളൻ നമ്മെ മണവറയിലേക്ക് ചേർത്തിരിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് വായിക്കുന്നു. അവൻ തന്റെ മണവാട്ടിയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുമ്പോൾ അവനോടുകൂടെ ആയിരിക്കാൻ നമുക്കും ഒരുങ്ങാം. ആയതിന് പരിശുദ്ധ റൂഹ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.